ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ചികിത്സക്കായി പോകുന്നവർക്ക് ടിക്കറ്റിനായിട്ട് ഒരുപാട് സമയം ക്യൂവിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇനി മുതൽ അത് വേണ്ട, നമുക്ക് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റും. എന്നിട്ട് ആ സമയത്ത് നമ്മൾ പോയാൽ മതി ഹോസ്പിറ്റലിലേക്ക്. അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ ഹി ഹെൽത്ത് കേരള എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ കാണുന്ന ഫസ്റ്റ് ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജിലെത്തും. അതിൽ ആദ്യം ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ചെയ്യണം. നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഈ പേജിൽ ലോഗിൻ ചെയ്യാനുള്ള യൂസർ ഐ ഡിയും വരും, പാസ്വേഡും വരും. ഓക്കെ, ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഞാൻ ലോഗിൻ ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും സെയിം ആയിരിക്കും. ഞാൻ പിന്നീട് അതിൻ്റെ പാസ്വേഡ് ഞാൻ റീസെറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അതിനുള്ള സൗകര്യം അതിൽ തന്നെ ഉണ്ട്. അതിനുശേഷം ഈ ക്യാപ്ച അടിച്ചു കൊടുക്കുക. ക്യാപ്ച തെറ്റാതെ ക്യാപിറ്റലാണെങ്കിൽ ക്യാപിറ്റൽ അടിച്ചു കൊടുക്കണം. എന്നിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഒരു 3 ലൈൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഡു യു ഹാവ് എ റെഫറൽ, അതായത് വേറെ ഹോസ്പിറ്റലിൽ നിങ്ങൾ റെഫർ ചെയ്തതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ന്യൂ അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പ്രൊസീഡ് അടിക്കുക. ഉണ്ടല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യാൻ, ജില്ല സെലക്ട് ചെയ്യാൻ എല്ലാറ്റിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഞാനിവിടെ ഞങ്ങളെ ചെമ്മാടുള്ള താലൂക്ക് ഹോസ്പിറ്റലിലാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലുകൾ സെലക്ട് ചെയ്യാം. ഓക്കെ, തിരൂരങ്ങാടിയുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ജനറൽ OP ഇവിടെ നിന്ന് നമ്മൾ പ്രൊസീഡ് ചെയ്യാം. പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആനുവലി ഇൻകം ചോദിക്കുന്നുണ്ട്. ഞാനിത് 1500 കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എത്ര വേണം കൊടുക്കട്ടോ. ഓക്കെ, എന്നാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇന്നത്തേത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇന്നലെ രാത്രിയൊക്കെ നമുക്ക് ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നാളത്തെ നമുക്കിപ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റും. 4-ാം തീയതി അവൈലബിലിറ്റി ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സമയം വേണ്ടത്, 9 മണി മുതൽ 10 മണി വരെ, 10 മണി മുതൽ 11 മണി വരെ. ഈ ഒരു സമയം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 9 മണി മുതൽ 21ാമത്തെ ടോക്കണാണുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നത്, ബുക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നുണ്ട് ജസ്റ്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഞാൻ ഈ പ്രിൻ്റ് ടോക്കൺ സ്ലിപ്പ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ മറ്റോ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ കാണിച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു OP ടിക്കറ്റ് തരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു.